ഇനി ഞാൻ വളരെ ഹാപ്പി ആട്ടോ. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും കൂടെ ദുബായിൽ ഒരു ചെറിയ ട്രിപ്പ് പോയിരിക്കായിരുന്നു. അപ്പോൾ അവർ ഒരു മാസത്തേക്കാണ് പോയത്. അപ്പോൾ ആ ഒരു മാസം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് അവർ നാട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ വിളിക്കാനായിട്ട് രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വിട്ടായിരുന്നു. അങ്ങനെ നേരെ ട്രിവാൻഡ്രം എത്തി. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ പോയത് ലുലു മാളിലേക്കാണ്. കാരണം അവരുടെ ഫ്ലൈറ്റ് വരുന്നത് ഉച്ചയ്ക്കാണ്. അപ്പം അതുവരെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ സ്പെൻഡ് ചെയ്യാൻ ഓർത്തു. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ചിക്കൻ മായോ എന്ന് പറയുന്നത്, ഇത് ഞങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. അപ്പം ഇനി ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. ഫസ്റ്റ് കാര്യം അവരെ പിക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് 4DX തിയേറ്ററിലെ ലുലുമാളുടെ അകത്തൊരു സിനിമ കാണാനാണ്. അപ്പോൾ ദ പ്രിഡേറ്റർ എന്ന് പറഞ്ഞൊരു ഫിലിം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പോൾ അതിവിടെ 4DX ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവരെ വിളിക്കുന്നതിന് കൂട്ടത്തിൽ അവർ വരുന്ന സമയം വരെ നമുക്ക് വെറുതെ കളയുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമയും കൂടെ കയറി കാണാൻ. അപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാട്ടോ വന്നത്. എല്ലാം ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഞങ്ങളുടെ സിനിമയുടെ സമയമായപ്പോൾ തിയേറ്ററിലേക്ക് പോയിട്ടത്. ഇതാണ് ലുലുമാൾ PVR 4DX തിയേറ്റർ. അപ്പോൾ ഈ 4DX തിയേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സാധാരണ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ സിനിമ കാണുക അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് കേൾക്കുക, എത്രയല്ലേ ഒരു തിയേറ്റർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ 4DX തിയേറ്റർ എന്ന് പറയുമ്പോൾ സിനിമയിൽ എന്താണോ കാണുന്നത് അത് അതേപോലെ തിയേറ്ററിന്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് മഞ്ഞ് കാണിക്കുന്നു, അല്ല മഴ കാണിക്കുന്നു, അല്ലെങ്കിൽ മിന്നൽ കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് തിയേറ്ററിന്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സെറ്റപ്പ് അതിനുള്ളിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിനിമ പോകുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുലുങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ നമുക്ക് കാല് ഇതുപോലെ ആട്ടാനുള്ള സെറ്റപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സിനിമയ്ക്കുള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന സിനിമയിലുള്ള പോലാണ് ഈ ഒരു തിയേറ്ററിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നായിരുന്നു അവിടെയും നബി പറഞ്ഞു കേട്ട് ഞങ്ങളുടെ ആഗ്രഹം. അടിപൊളിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതുപോലെ ഈ സിനിമ കാണാൻ ആർക്കൊക്കെ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞ ഒരു തീം പാർക്ക് റൈഡ് പോലായിരിക്കും ഈ ഒരു 4DX തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. സാധാരണ ടിക്കറ്റിനേക്കാളും കുറച്ചധികം ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്. എന്നാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അച്ഛനും അമ്മയും വരുന്ന സമയമായിട്ടോ. അപ്പോൾ ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എയർപോർട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 5 മിനിറ്റ് താമസിച്ചായിരുന്നു. കാരണം നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവർ എവിടോട്ടാണ് വന്ന് ഇറങ്ങുന്നതെന്ന് നോക്കി വരും കേട്ടോ. അപ്പോഴാണ് അച്ഛനും അമ്മയും കണ്ടത്. സത്യം ഞങ്ങൾ അവരെ അവിടെ ചെന്ന് വിളിച്ചില്ല. അങ്ങനെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് അവരെ കാണാൻ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു മാസം കഴിഞ്ഞാണല്ലോ രണ്ടുപേരെയും കാണുന്നത്. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഞങ്ങൾ അവർ ദുബായിൽ പോയപ്പോൾ മെയിനായിട്ട് പറഞ്ഞു വിട്ട ഒരൊറ്റ ഐറ്റമാണ് കുനാഫ എന്ന്. കാരണം അത് ട്രെൻഡിങ് ആയപ്പോൾ മുതൽ എല്ലാവരും അത് കഴിക്കാനായിട്ട് ഓടി നടക്കുകയാണ്. പക്ഷേ ദുബായിലാണ് അതിൻ്റെ ഒറിജിനൽ കിട്ടുന്നത്. ദുബായ് പോയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞ കുനാഫ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പാക്കറ്റ് കുഞ്ഞിന് കൊടുത്തിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൾ ഇപ്പം ഹോസ്റ്റലിലേക്ക് പോവാം. അവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ട് വിടാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ അവൾക്കായിട്ട് ഒരെണ്ണം അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ഉച്ച സമയമാണല്ലോ പോയി ഫുഡ് അടിച്ചതാണ് ഇത്രയും സാധനങ്ങൾ. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡ് അടിയും കഴിഞ്ഞ് നേരെ പോയി